LDF പരാജയത്തിലെ പ്രതികരണങ്ങളിൽ ചിലത് ആഹ്ലാദിപ്പിക്കുന്നതാണെന്ന് എം സ്വരാജ്. LDFന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതാണ് സംഘപരിവാർ. വർഗീയ വിഷവിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ ഇതിലുണ്ട്. സംഘപരിവാരത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും LDFന്റെ പരാജയം ആഘോഷിക്കുന്നുവെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ പറഞ്ഞു. സെയ്ഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത്? വിശദാംശം. സ്വരാജ് ജമാഅത്തെ ഇസ്ലാമിയും RSSനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പരസ്യമായി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചില പ്രതികരണങ്ങൾ നടത്തിയെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ എം സ്വരാജിൽ നിന്ന് പുറത്തുവിടുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാറിനെ ഒരേപോലെ തന്നെ ആക്രമിക്കുന്നുണ്ട് എം സ്വരാജ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFന്റെ പരാജയത്തിലെ പ്രതികരണങ്ങളിൽ ചിലത് ആഹ്ലാദിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് സംഘപരിവാറാണ്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരിക്കുമ്പോഴാണ് ഈ ആഘോഷം എന്ന് പറയുന്ന എം സ്വരാജ് പേരെടുത്ത് ചിലരെ പറയുന്നില്ല എങ്കിൽ പോലും സംഘപരിവാറിന് അനുകൂലമായി സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിതറുന്ന രസികളെയും ശ്രീജിത്ത് പണിക്കരെ അടക്കം പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് എം സ്വരാജ് എന്നുള്ളതാണ് നമുക്ക് ആ പോസ്റ്റിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതിനൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. സംഘപരിവാറിനൊപ്പം ആഘോഷത്തിന്റെ ഭാഗമാകുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരും കൈകോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് എം സ്വരാജിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ കഴിയുന്നത്.